48-ാം പേജിന്റെ അവസാന ഭാഗത്ത് അബൂ ശാമ റഹിമഹുല്ല വിവരിക്കുന്നു. വദക്കറ ശൈഖ് അബുൽ ഖത്താബ് ഫി കിതാബി അദാഉ മാ വജബ മിൻ ബയാനി വളഇൽ വല്ലാഈന ഫി റജബ്. റജബ് മാസത്തിൽ കെട്ടിച്ചമച്ച കുറെ ഹദീസുകൾ ഉണ്ടാക്കിയ ആളുകളുടെ കള്ളത്തരങ്ങൾ വ്യക്തമാക്കൽ നിർബന്ധമായ നിലക്ക് ഞാനത് നിർവഹിക്കുന്നു എന്ന പേരിൽ അബുൽ ഖത്താബ് റഹിമഹുല്ല രചിച്ച ഗ്രന്ഥത്തിൽ അനിൽ മുഅ്തമൻ ഇബ്ൻ അഹ്മദ് അസ്സാജി അൽ ഹാഫിദ് അഹമ്മദ് സാജി എന്ന മഹാനവറുകളെ തൊട്ട് ഉദ്ധരിക്കുന്നു. കാല, ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, കാനൽ ഇമാം അബ്ദുല്ലാഹിൽ അൻസാരി ഷെയ്ഖു ഖുറാസാൻ ലാ യസൂമു റജബ. ഖുറാസാനിലെ പണ്ഡിതനായ അബ്ദുല്ലാഹിൽ അൻസാരി റഹിമഹുല്ല റജബ് മാസത്തിൽ ഒരു പ്രത്യേക നോമ്പ് അനുഷ്ഠിക്കാറുണ്ടായിരുന്നില്ല. വയൻഹ അൻസാലിക്ക, അങ്ങനെ റജബിൽ ആരെങ്കിലും ഒരു പ്രത്യേക നോമ്പ് അനുഷ്ഠിക്കുന്നുണ്ടെങ്കിൽ അവരെ അതിനെ തൊട്ടവർ വിലക്കാറുണ്ടായിരുന്നു. വയക്കൂലു, എന്നിട്ട് മഹാനവറുകൾ പറയും, മാ സഹഫി ഫദ്ലി റജബിൻ വലാഫി സിയാമിഹി അൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഷൈഉൻ. റജബ് മാസത്തിൻ്റെ മഹത്വത്തെക്കുറിച്ചോ റജബ് മാസത്തിൽ നോമ്പനുഷ്ഠിക്കുന്നതിനെക്കുറിച്ചോ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തൊട്ട് ഒരു ഹദീസും സ്വഹീഹായി വന്നിട്ടില്ല എന്ന്. വഖദ് റുവിയ കറാഹത്തു സൗമിഹി അൻ ജമാഅത്തി മിനസ് സഹാബത്തി. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തൊട്ട് റജബ് മാസത്തിൽ പ്രത്യേകം നോമ്പനുഷ്ഠിക്കാൻ മഹത്വമുണ്ട് എന്നറിയിക്കുന്ന ഒരു ഹദീസ് വന്നിട്ടില്ല എന്ന് മാത്രമല്ല, ഈ മാസത്തിനൊരു പ്രത്യേകത കൽപ്പിച്ചുകൊണ്ട് നോമ്പനുഷ്ഠിക്കുന്നത് വെറുത്തതായി പല റിവായത്തുകളും വന്നിട്ടുണ്ട്. അൻ ജമാഅത്തി മിനസ് സഹാബത്തി, സഹാബികളിൽപ്പെട്ട പ്രമുഖരായ ധാരാളം ആളുകളെ സംബന്ധിച്ച്. മിൻഹും, ആ മഹാന്മാർ സഹാബികളിൽപ്പെട്ടവരാണ് അബൂബക്കർ വ ഉമർ, അവലുൽ ഖുലഫ ആയ അബൂബക്കർ റളിയല്ലാഹു അൻഹുവും ഉമർ റളിയല്ലാഹു അൻഹുവും. വകാന ഉമർ യദ്റിബു ബിദുർറത്തി സുവാമഹു. റജബിന് എന്തെങ്കിലും പ്രത്യേകത കൽപ്പിച്ചുകൊണ്ട് നോമ്പനുഷ്ഠിക്കുന്ന അല്ലെങ്കിൽ റജബ് മാസത്തിൽ മാത്രം നോമ്പനുഷ്ഠിക്കുന്ന ആളുകളെ ഉമർ റളിയല്ലാഹു അൻഹു അടിക്കാറുണ്ടായിരുന്നു. വറവാ ദാലിക ഫാഖിഹി ഫി കിതാബി മക്ക. കിതാബു മക്ക എന്ന ഗ്രന്ഥത്തിൽ ബഹുമാനപ്പെട്ട ഫാഖിഹി ഇമാം ഈ വിവരം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അസ്നദഹുൽ ഇമാമു അൽ മുജ്മഉ അലാ അദാലത്തിഹി. സർവാംഗീകൃതരായ ഇമാമായ അൽ മുത്തഫഖ് അലാ ഇഖ്റാജി ഹദീസിഹി വ റിവായത്തിഹി. അദ്ദേഹം റിപ്പോർട്ട് ചെയ്ത എല്ലാ ഹദീസുകളും റിവായത്തുകളുമൊക്കെ സ്വീകരിക്കപ്പെടേണ്ടതാണ് എന്നതിൽ പണ്ഡിത ലോകത്ത് തർക്കമില്ലാത്ത അബൂ ഉസ്മാൻ സഈദ് ബിനു മൻസൂർ അൽ ഖുറാസാനി, ഖുറാസാനിക്കാരനായ അബൂ ഉസ്മാൻ സഈദ് ബിനു മൻസൂർ എന്നവർ ഈ വിവരം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കാല, ആ റിപ്പോർട്ടിൽ ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, ഹദ്ദസന സുഫിയാനു അം മസ്അരിൻ അൻ വബ്റത്ത അൻ ഖർശത്ത് ബിനുൽ ഹുറി എന്ന ഈ പരമ്പര പറഞ്ഞുകൊണ്ട് അന്ന ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കാന യദ്രിബു ഐദിയ റിജാലി ഫി റജബിൻ. റജബ് മാസത്തിൽ ജനങ്ങളെ ഉമർ റളിയല്ലാഹു അൻഹു അടിക്കാറുണ്ടായിരുന്നു. ഇദാ റഫഊഹ അൻ ത്വാമിഹി, ആ മാസത്തിൽ പകലിൽ ഭക്ഷണം കഴിക്കുന്നതിനെ തൊട്ട് അവർ കൈ ഉയർത്തിയാൽ, ഹത്ത യളഊഹ ഫിഹി, ഭക്ഷണത്തിൽ കൈ വെക്കുന്നത് വരെ. അഥവാ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു റജബിൽ പ്രത്യേകം നോമ്പനുഷ്ഠിക്കുന്ന ആളുകളെ അടിച്ച് ഭക്ഷണം കഴിപ്പിക്കാറുണ്ടായിരുന്നു. വയഖൂലു, എന്നിട്ട് ഉമർ റളിയല്ലാഹു അൻഹു പറയും, ഇന്നമാഹു, ഈ റജബ് എന്നത് ഷഹ്റുൻ കാന അഹ്ലുൽ ജാഹിലിയ്യത്തി യുഅളിമുനഹു, ജാഹിലിയ കാലത്തെ ആളുകൾ ഒരു പ്രത്യേക ബഹുമാനം നൽകിക്കൊണ്ട് ആദരിച്ച ഒരു മാസമായിരുന്നു. ആ ആദരവ് അവർ നടത്തുന്ന നിലക്ക് നമ്മൾ തുടരാൻ പാടില്ല. അപ്പോൾ റജബിന് റജബ് എന്ന നിലക്ക് ഒരു പ്രത്യേകത കൽപ്പിക്കുന്നതിനെ ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വെറുക്കുകയും ആ മാസത്തിൽ പ്രത്യേകം നോമ്പനുഷ്ഠിക്കുന്നവരെ അടിച്ചുകൊണ്ട് ഭക്ഷണം കഴിപ്പിക്കാറുമുണ്ടായിരുന്നു എന്ന് പണ്ഡിത ലോകത്ത് തർക്കമില്ലാത്ത അബൂ ഉസ്മാൻ സഈദ് ബിനു മൻസൂർ ഖുറാസാനി എന്നവർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്ന് ബഹുമാനപ്പെട്ട അബൂ ശാമ റഹിമഹുല്ല നമുക്ക് വിവരിച്ചു തരുന്നു. കാല, എന്നിട്ട് ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, ഹാദാ സനദുൻ മുജ്മഉൻ അലാ അദാലത്തി റുവാത്തിഹി. ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്ത സർവ്വ ആളുകളും അംഗീകരിക്കപ്പെടുന്ന വിശ്വസ്തരായ ആളുകളാണ് എന്നതിൽ യാതൊരു തർക്കവും ഇല്ല. അപ്പോൾ ഫസ്യാമു ജുന്നത്തുൻ ഫിഅലു ഖൈരിൻ വ അമലു ബിർരിൻ. മൊത്തത്തിൽ പറഞ്ഞാൽ നോമ്പ് എന്നത് വലിയൊരു പരിചയമാണ്. തെറ്റുകളിൽ നിന്ന് നമ്മെ അകറ്റുന്ന, അള്ളാഹുലേക്ക് നമ്മെ അടുപ്പിക്കുന്ന വലിയ സൽക്കർമ്മമാണ് നോമ്പ് എന്നത്. പക്ഷേ ലാലി ഫദ്ലി ഷൗമി ഹാദ ഷഹരി, ഈ റജബ് മാസത്തെ ബഹുമാനിച്ചുകൊണ്ട് നോമ്പനുഷ്ഠിക്കുക എന്നത് പരിശുദ്ധ ദീനുൽ ഇസ്ലാം,
പ്രത്യേകം നിർദ്ദേശിക്കാത്തതുകൊണ്ട് മൊത്തത്തിൽ സുന്നത്തായ വലിയ പുണ്യകർമ്മമായ നോമ്പ് പോലും ഈ മാസത്തിന് പ്രത്യേകത കൽപ്പിച്ചുകൊണ്ട് നോമ്പനുഷ്ഠിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും പരിശുദ്ധ ദീനുൽ ഇസ്ലാമും പഠിപ്പിക്കാത്തതുകൊണ്ട് അങ്ങനെ നോമ്പനുഷ്ഠിക്കുന്നത് സഹാബത്തുൽ കിറാമിൽ പ്രമുഖരായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും ഉമർ റളിയല്ലാഹു അൻഹുവും വെറുത്തിരുന്നു എന്ന സത്യം പൊതുജനങ്ങൾ മനസ്സിലാക്കുന്നത് അവരവരുടെ ആഖിറത്തിന് നല്ലത്. മഹാനായ അബൂശാമ റഹിമഹുല്ലാഹുവിൻ്റെ ഈ വിശദീകരണം ഉൾക്കൊള്ളാൻ പ്രയാസമുള്ളവരോട് സ്നേഹപൂർവ്വം ഉണർത്താനുള്ളത്, നിങ്ങൾക്കിടയിൽ ഭിന്നതയുണ്ടായാൽ എൻ്റെയും ഖുലഫാഉർ റാഷിദുകളുടെയും പാത നിങ്ങൾ പിൻപറ്റി അവർ എടുത്ത നിലപാടുകൾ എടുത്തുകൊണ്ട് നിങ്ങൾ ശരിയായ മാർഗത്തിലൂടെ സഞ്ചരിക്കുക എന്ന് പഠിപ്പിച്ച ഞങ്ങളുടെ നേതാവിൻ്റെ നിർദ്ദേശം അനുസരിച്ചുകൊണ്ടാണ് അബൂശാമ റഹിമഹുല്ലാഹു ഇവിടെ ഇത് വിവരിച്ചത്. അതാണ് നാം ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ നേതാവ് കാണിച്ചു തന്ന മാർഗം എന്താണോ അതനുസരിച്ച് തീരുമാനമെടുക്കാനും മുമ്പോട്ട് പോകാനും നിങ്ങൾക്കും അവകാശമുണ്ട് എന്ന് സ്നേഹപൂർവ്വം ഉണർത്തുന്നു.